അടപതിയൻ എന്ന് പറയുന്ന ഔഷധസസ്യമാണിത്. അത്യാവശ്യം നല്ല വിലയുള്ള ഒരു ഔഷധസസ്യമാണ് അടപതിയൻ. നമ്മുടെ നാട്ടിലും അധികം അടപതിയൻ്റെ കൃഷിയൊന്നും വന്നിട്ടില്ല. അടപതിയൻ്റെ പൂവാണിത്, നല്ല മനോഹരമായ പൂവാണിത്. ഇത് അപ്പൂപ്പൻ താടി പോലെ ഇങ്ങനെ പറന്ന് പോവും. നമുക്ക് സീഡൊക്കെ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കവറിട്ട് കെട്ടി വെക്കേണ്ട ആവശ്യമാണ് അതിൻ്റെ ഒരു സമയമാകുമ്പോൾ. അല്ലെങ്കിൽ അതങ്ങനെ പറന്ന് പോയി പറമ്പിലൊക്കെ ഒന്ന് വീണ് പിന്നെ അവിടേക്ക് ഇങ്ങനെ കിളിർത്ത് വരും. ഇതുണ്ടല്ലോ, ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ളതാണ്, ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഇലയുടെ ഷേപ്പ് ഇതെങ്ങനെയാണ്. ഇത് തൊട്ടടുത്തുള്ള സസ്യങ്ങളിലൊക്കെ ഇങ്ങനെ പടർന്ന് കയറും. ഒരു ശീമക്കൊന്ന ഉണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക്, അതിലേക്ക് പടർന്ന് മുകളിലേക്ക് പോയിട്ടുള്ളതാണത്. വള്ളി പോലെ ഇങ്ങനെ പടർന്ന് അതിൻ്റെ ഇലകളിലൂടെ ഇങ്ങനെ വന്നിട്ടുള്ളതാണത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കാണുന്ന മനോഹരമായ പൂക്കളാണത്. ആയുർവേദത്തിൽ നേത്രരോഗങ്ങളിൽ ഉപയോഗിക്കുന്ന അതിവിശിഷ്ടമായിട്ടുള്ളൊരു ഔഷധമാണ് അടപതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് രസായനമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. രസായന ചികിത്സയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അല്ലേ, ഗ്രോ ബാഗിൽ നിന്ന് ഇങ്ങനെ കയറിയിട്ടുള്ളതാണ്ടോ, മുകളിലേക്ക് ഇങ്ങനെ പോയിട്ടുള്ളതാണ്. വള്ളിയായിട്ട് പടർന്ന് ചെറിയൊരു കൊമ്പ് വെച്ച് കൊടുത്താൽ അപ്പോൾ മുകളിലേക്ക് കയറി തൊട്ടപ്പുറത്ത് പറമ്പിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ശീമക്കൊന്നുണ്ട്, അതിലേക്ക് ഇങ്ങനെ പടർന്ന് കയറിയിരിക്കുകയാണത്. ജീവന്തിയാധികൃതം തുടങ്ങിയിട്ടുള്ള ഔഷധങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് ഔഷധങ്ങൾ അടപതിയൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്നുണ്ട്. നല്ല വില കിട്ടുന്ന ഒന്നാണ് ഇതിൻ്റെ കിഴങ്ങ് എന്ന് പറയുന്നത്. അടപതിയൻ കൃഷി അതുകൊണ്ട് തന്നെ ലാഭകരമായ ഒരു കൃഷി കൂടി